യെസ് മക്കളെ, നമുക്ക് എക്സാം ഉണ്ട്. ചാപ്റ്റർ 3 ആണ് എക്സാം അല്ലെ? ആണെന്ന് കൈവിശിക്കാൻ ചെയ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമുക്ക് എക്സാം ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്ലോബൽ എന്റർപ്രൈസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ എല്ലാ കുട്ടികളും തന്നെ വേഗം വീഡിയോ ഒക്കെ ഓണാക്കി സീറ്റിൽ വന്നിരിക്കുക. നമുക്ക് എക്സാമിന് വേണ്ടി റെഡി ആവണം. എല്ലാവരും പഠിച്ചില്ലേടാ? എക്സാമിന് ഫുൾ മാർക്ക് മേടിച്ചില്ലേ? നമ്മൾ ഫസ്റ്റിലെ പഠിച്ച ടോപ്പിക് ആയിരുന്നു അല്ലെ? ഓക്കെ, അപ്പോ സാർ ഇപ്പൊ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണിച്ചു തരും. ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യുക, ആൻസർ ചെയ്യാൻ ആരംഭിക്കുക കേട്ടോ. എല്ലാ കുട്ടികളുടെ കൂടെ പാരന്റ്സ് നിർബന്ധമായിട്ട് വേണം. നിങ്ങളുടെ ബാക്കി എല്ലാ ബുക്സും നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കാണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് വേഗം എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗവൺമെന്റ് കമ്പനി ഈസ് എ കമ്പനി ഇൻ വിച്ച് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഹെൽഡ് ബൈ ദി ഗവൺമെന്റ് ഈസ് നോട്ട് ലെസ് ദാൻ. ഒരു ഗവൺമെന്റ് കമ്പനി ആകണമെങ്കിൽ അതിന്റെ പെയ്ഡപ്പ്, അതിൽ ഗവൺമെന്റ് അടച്ച പൈസ എത്ര രൂപയാകണം എന്ന് ചോദിച്ചേക്കണം കേട്ടോ. അതിൽ എത്ര രൂപയാകണം, നോട്ട് ലെസ് ദാൻ, ഏതാണ് കുറയാൻ പാടില്ലാത്തത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾ എടുത്ത് എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റെയിൽവേസ്, പോസ്റ്റ്, ടെലിഗ്രാം ആർ എക്സാമ്പിൾ ഓഫ് ദിസ് ടൈപ്സ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. റെയിൽവേയും പോസ്റ്റ് എന്നൊക്കെ പറയണത് ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിന്റെ എന്താണ്, ഒരു എക്സാമ്പിൾ ആണ്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ എന്താണ് പൊതുമേഖലാ സ്ഥാപനം അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ പേര് എഴുതുക. അതിനുശേഷം അതിന്റെ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ മക്കളെ. 2 ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. 2 മാർക്കാണ് മൊത്തം. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദീസ് ആർ ക്രിയേറ്റഡ് ബൈ ദി സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ. പാർലമെന്റിന്റെയോ എന്താണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേഷന്റെയോ ഒരു പ്രത്യേക നിയമപ്രകാരം സ്ഥാപിതമായ ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനമാണിത്. അങ്ങനെയെങ്കിൽ ഇത് ഏത് ഫോം ആണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ഐഡന്റിഫൈ ദ ഫോം ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. രണ്ടാമത്തെ നോക്കാം. റൈറ്റ് 2 എക്സാമ്പിൾസ് ഓഫ് ദി. അതിൽ ഏതെങ്കിലും 2 എക്സാമ്പിൾസ് എടുത്ത് എഴുതാം. അതിൽ വരുന്ന എക്സാമ്പിൾസ് കേട്ടോ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ എനി 2 ഫീച്ചേഴ്സ്. അതിന്റെ 2 സവിശേഷതകൾ, ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. എല്ലാത്തിനും കൂടി 3 മാർക്കാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് MNC? MNC എന്നാൽ എന്താണ്? അതിന്റെ എന്താണ് MNC എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഫുൾ ഫോം മാത്രമല്ല അതിന്റെ എക്സ്പ്ലനേഷൻ കേട്ടോ മക്കളെ. MNCയുടെ എക്സ്പ്ലനേഷൻ എഴുതണം. ഫുൾ ഫോം മാത്രമല്ല എക്സ്പ്ലനേഷൻസ് എഴുതി വെക്കണം. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ എനി 4 ഫീച്ചേഴ്സ് ഓഫ് MNC. MNCയിൽ വരുന്ന ഏതെങ്കിലും എന്താണ് 4 ഫീച്ചേഴ്സും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുക. ടോട്ടല് 4 മാർക്കാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കൈവിശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? എല്ലാവരും വേഗം വീഡിയോ ഓൺ ചെയ്യുക. നമ്മൾ പേപ്പർ ചെക്ക് ചെയ്യാൻ പോവാണ്. പേപ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ ഓഫ് ആണെങ്കിൽ നിങ്ങൾക്ക് 0 മാർക്ക് ആയിരിക്കും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഗവൺമെന്റ് കമ്പനി ആകണമെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ 51% കുറയാതെ ഷെയർ വേണം. കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. രണ്ടാമത്തത് വരുന്നത് ഏത് ഫോമാണ് ഐഡന്റിഫൈ ചെയ്യുക. ആദ്യം ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആണ്. കറക്റ്റ് ആണെങ്കിൽ അവിടെ 1/2 മാർക്ക് കൊടുക്കാം. ഇനി അതിന്റെ ഫീച്ചേഴ്സ് 2 എഴുതണം. 2 ഫീച്ചേഴ്സ് ഓൾറെഡി നമ്മൾ 5 ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് വിത്ത് ഹെഡിങ് എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിന് 3/4 മാർക്ക് വെച്ചിട്ട് 2 എണ്ണത്തിന് 1.5 മാർക്ക് കൊടുക്കുക. ഹെഡിങ് മാത്രം എഴുതിയ കുട്ടികളാണെങ്കിൽ 1/2 മാർക്ക് വീതം കൊടുക്കുക കേട്ടോ. ഹെഡിങ് മാത്രമാണ് എഴുതിയെങ്കിൽ നിങ്ങൾ 1/2 മാർക്ക് വീതം കൊടുക്കുക. മൊത്തമാക്കി 2 മാർക്ക് ആയില്ലേ? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എഴുതാൻ വേണ്ടി 1/2 മാർക്ക്, ഫീച്ചർ എഴുതാൻ വേണ്ടി 3/4 മാർക്ക് വീതം 2 എണ്ണത്തിന് 1.5 മാർക്ക്, ടോട്ടൽ 2 മാർക്ക്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. സ്പെഷ്യൽ ആക്ട് വെച്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. നെക്സ്റ്റ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അഥവാ പബ്ലിക് കോർപ്പറേഷൻ എഴുതിയാലും ശരിയാണ്. കറക്റ്റ് ആണെങ്കിൽ 1/2 മാർക്ക് കൊടുക്കാം. ഇനി അതിന്റെ 2 എക്സാമ്പിൾസ് എഴുതണം. അടിയിൽ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC, KSRTC, RBI ഒക്കെ വരുന്നതാണ്. ഏതെങ്കിലും 2 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും 1/2 മാർക്ക് കൊടുക്കാം. അങ്ങനെ A ക്വസ്റ്റിനും B ക്വസ്റ്റിനും കൂടി 1 മാർക്ക് ആയിട്ടോ. ഇനി C ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ എനി ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സിൽ നിങ്ങൾ ഒരു 6 പോയിന്റ് പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 2 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനും
ഹെഡിങ് എഴുതാനും കൂടി ഓരോ സെറ്റ് ഓഫ് പോയിന്റ്സിന് 1 മാർക്ക് വെച്ചിട്ട് രണ്ടിടത്തിന് 2 മാർക്ക് കൊടുക്കാം. ഹെഡിങ് മാത്രമാണെങ്കിൽ മക്കളെ 1/2 മാർക്ക് കൊടുക്കാം കേട്ടോ. ഹെഡിങ് മാത്രമാണെങ്കിൽ 1/2 മാർക്ക് വീതം കൊടുത്താൽ മതി. ഹെഡിങ്ങും എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ 1 മാർക്ക് വീതം രണ്ടെണ്ണത്തിന് 2 മാർക്ക് കൊടുക്കാം. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസറിന് മൊത്തം 3 മാർക്കായി. ആദ്യം ഫോം ഐഡന്റിഫൈ ചെയ്യാൻ 1/2 മാർക്ക്, എക്സാമ്പിളിന് 1/2 മാർക്ക്, ഫീച്ചേഴ്സ് രണ്ടെണ്ണത്തിന് 2 മാർക്ക് വെച്ചിട്ട് മൊത്തം 3 മാർക്കായിട്ടാ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് MNC ആണ്. MNC എന്ന് പറയുമ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ ഗ്ലോബൽ എന്റർപ്രൈസസ് ആണ്. ഇതെന്താണ്? ജോയിന്റ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ഒരു കൺട്രിക്ക് പുറമെ മറ്റു കൺട്രിയിലേക്ക് വേണ്ടി ബിസിനസ് ഓപ്പറേഷൻസ് അത് വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കും. കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് കൊടുക്കാം കേട്ടോ. 1 മാർക്ക് കൊടുക്കുക. നെക്സ്റ്റ് മീനിങ് കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക് കൊടുക്കുക. ഒരു കൺട്രിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വേറെ കൺട്രിയിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്ലോബൽ എന്റർപ്രൈസസ് അഥവാ MNCs ആണ്. കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ എക്സാമ്പിൾ ഒക്കെ എഴുതാം. എക്സാമ്പിൾസ് ബോർഡ് സ്ക്രീനിലുണ്ട്, നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് ആയിട്ട് നിങ്ങൾ 7ഓളം പോയിന്റ് പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 4 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഹെഡിങ്ങും എക്സ്പ്ലനേഷനും വേണം. ഓരോ പോയിന്റിന് 3/4 മാർക്ക് വെച്ചിട്ട് 4 എണ്ണത്തിന് 3 മാർക്കാണ്. ഓരോ പോയിന്റിന് 3/4 മാർക്ക് വെച്ചിട്ട് 4 എണ്ണത്തിന് 3 മാർക്ക്. ഹെഡിങ് മാത്രം എഴുതിയ കുട്ടികള് 1/4 മാർക്ക് വീതം കൊടുക്കുക കേട്ടാ. 1/4 മാർക്ക് വീതം. 4 ഹെഡിങ് ആണെങ്കിൽ 4 മാർക്ക് വരുള്ളൂ. 4 ഹെഡിങ് ആണെങ്കിൽ 1 മാർക്ക് വരും കേട്ടോ. മൊത്തം നിങ്ങൾ നോക്കുക. MNCക്ക് 1 മാർക്ക്, ഫീച്ചേഴ്സ് 4 എണ്ണം എഴുതാൻ വേണ്ടി 3 മാർക്ക്, 3/4 മാർക്ക് വീതമാണ്. ഹെഡിങ് മാത്രം എഴുതിയ കുട്ടികൾ 1/4 മാർക്ക് വീതം കൊടുത്താൽ മതി. അപ്പൊ 4 ഹെഡിങ്ങിന് 1 മാർക്ക് ആവുള്ളൂ. മാർക്ക് ഒന്ന് വേഗം ടോട്ടൽ ചെയ്യാം. നോക്കി ചെക്ക് ചെയ്യട്ടെ മക്കളെ. 7 പോയിന്റ്സ് ഉണ്ട്. മാർക്ക് ഒന്ന് വേഗം ടോട്ടൽ ചെയ്യാം. ഔട്ട് ഓഫ് 10 എത്രയാണെന്ന് ഇടാം. പാരന്റിന്റെ സൈൻ മേടിക്കുക. 1 മിനിറ്റ് ആയി പേപ്പർ ക്ലിയർ ആയിട്ട് സെൻഡ് ചെയ്യുക. ദെൻ നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കൃത്യമായിട്ട് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം.